യുക്രൈനെ കീഴ്പ്പെടുത്താൻ പല മാർഗങ്ങളും പയറ്റി റഷ്യ മുന്നേറുകയാണ്. യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യവുമൊക്കെ യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചും ആയുധങ്ങൾ നൽകിയും മുന്നോട്ട് പോകുമ്പോൾ അത് എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യമാണ് റഷ്യയ്ക്കുള്ളത്. പഴയ സോവിയറ്റ് കാലത്തെ യുദ്ധോപകരണങ്ങൾ വരെ പൊടിതട്ടിയെടുത്താണ് റഷ്യ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പുതിയൊരു യുദ്ധതന്ത്രവുമായി പുടിൻ രംഗത്തെത്തിയിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയുമായി ഒരു ചാരനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് പുടിൻ. എന്തായാലും പുടിൻ്റെ പദ്ധതി പാളിപ്പോയി. റഷ്യൻ പദ്ധതിക്ക് സഹായം നൽകാൻ ശ്രമിച്ചെന്ന പേരിൽ ഒരാളെ പോളണ്ട് അറസ്റ്റ് ചെയ്തു. റഷ്യൻ ചാരന്മാരുമായി ചേർന്ന് പ്രവർത്തിച്ച പോളിഷ് പൗരൻ്റെ പേര് പാവൽ എന്നാണെന്നാണ് റിപ്പോർട്ട്. മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. യുക്രൈൻ പോളണ്ട് അതിർത്തിക്ക് സമീപമുള്ള വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ വിവരങ്ങൾ റഷ്യൻ ചാരസംഘടനയ്ക്ക് കൈമാറാൻ ഇയാൾ ശ്രമം നടത്തിയെന്നാണ് പോളണ്ടിൻ്റെ വാദം. യുക്രൈനിലേക്കുള്ള മാനുഷിക സൈനിക സഹായങ്ങളെല്ലാം പോകുന്ന നിർണായക വിമാനത്താവളമാണിത്. 2017 55 രാജ്യങ്ങളിൽ നടത്തിയ ഗാലപ്പോൾ പ്രകാരം പുടിനെ ഏറ്റവും വെറുക്കുന്ന രാജ്യം പോളണ്ടാണ്. റഷ്യയുടെ അയൽരാജ്യമായ പോളണ്ട് 76 എന്ന വളരെ താഴ്ന്ന സ്കോറാണ് പുടിൻ്റെ ജനപ്രീതിക്ക് നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് പോളണ്ടിൻ്റെ നേതൃത്വത്തിൽ ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള റഷ്യൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷം ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് പോളണ്ട് 3 റഷ്യൻ നയതന്ത്രജ്ഞരെയും പുറത്താക്കി. പോളണ്ടും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള പ്രക്ഷുബ്ധമായ ചരിത്രത്തിൽ അത്ര സുഖകരമല്ലാത്ത ഏടുകൾ ധാരാളമുണ്ടായിരുന്നു. ചരിത്രത്തിൽ ധാരാളം പോളിഷ് റഷ്യൻ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോളണ്ട് റഷ്യയിൽ അധിനിവേശം നടത്തി അധികാരം പോലും പിടിച്ചെടുത്തിട്ടുണ്ട്. സോവിയറ്റ് കാലത്ത് ജർമ്മൻ സാമ്രാജ്യവും ലെനിനും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടി പ്രകാരം പോളണ്ട് ജർമ്മൻ നിയന്ത്രണത്തിലായി. 1918 ജർമ്മൻ സാമ്രാജ്യം തകർന്നതോടെ സ്വതന്ത്രമായ പോളണ്ടിനെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചെങ്കിലും വിജയം പോളിഷ് സൈന്യത്തിലായിരുന്നു. പിൽക്കാലത്ത് പല കാര്യങ്ങളിലും സോവിയറ്റ് യൂണിയനെതിരായി നിന്ന പോളണ്ട് ജോസഫ് സ്റ്റാലിന് കരടായിരുന്നു. സോവിയറ്റ് യൂണിയനെതിരായി വിപ്ലവം പ്രോത്സാഹിപ്പിക്കാൻ പോളണ്ട് രഹസ്യ ഏജൻറ്റുകളെ അയച്ചെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പോളിഷ് ഓപ്പറേഷൻ എന്ന പേരിൽ സോവിയറ്റ് യൂണിയനിലും സമീപത്തും താമസിച്ച പോളണ്ടുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം ആയിടെയുണ്ടായി. രണ്ടാം ലോക യുദ്ധകാലത്ത് സ്റ്റാലിന് കീഴിലുള്ള സോവിയറ്റ് സീക്രട്ട് പോലീസ് 22,000 പോളണ്ടുകാരെ വധിച്ച കാറ്റിയൻ സംഭവം പോളണ്ട് വൈകാരികമായാണ് കാണുന്നത്. ഈ സംഭവം പോളണ്ട് റഷ്യൻ ബന്ധത്തിൽ ഇന്നും ഒരു കരടാണ്. 1940 സോവിയറ്റ് യൂണിയനും പോളണ്ടും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ ഈ സംഭവം അരങ്ങേറുന്നത്. പിന്നീട് പോളണ്ടിൻ്റെ നല്ലൊരു ശതമാനം സ്ഥലങ്ങൾ സ്റ്റാലിൻ്റെ അധീനതയിലായി. എന്നാൽ 1990കളോടെ പോളിഷ് രാഷ്ട്രീയത്തിൽ സോവിയറ്റ് സ്വാധീനം കുറഞ്ഞു. അപ്പോഴേക്കും സോവിയറ്റ് യൂണിയനും തകർന്നിരുന്നു. പിന്നീട് റഷ്യയും പോളണ്ടുമായുള്ള ബന്ധത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉടലെടുത്തിരുന്നു. നാറ്റോയിൽ ചേരാനും യുക്രൈൻ്റെ സ്വാതന്ത്ര്യം ആദ്യം അംഗീകരിക്കാനും 2004 റഷ്യൻ പക്ഷത്തുള്ള യുക്രൈൻ പ്രസിഡന്റായ വിക്ടർ യാനുക്കോവിച്ചിനെതിരായ ഓറഞ്ച് വിപ്ലവത്തിന് പിന്തുണ കൊടുത്തതുമെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കി. 2010 കാറ്റിയൻ കൂട്ടക്കൊലയുടെ വാർഷിക ദിനത്തിൽ പുടിൻ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്തിരുന്നു. കാറ്റിയൻ കൂട്ടക്കൊലയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത ആദ്യ റഷ്യൻ നേതാവെന്ന നിലയിൽ ചരിത്രപരമായ മുഹൂർത്തമായിരുന്നു അത്. എന്നാൽ പ്രസംഗത്തിനിടെ അക്കാലത്തെ സോവിയറ്റ് സൈനികർ പോളിഷ് ക്യാമ്പുകളിൽ മരിച്ചതിൻ്റെ പ്രതികാരമാവാം കാറ്റിയൻ കൂട്ടക്കൊല അരങ്ങേറിയതെന്ന് പുടിൻ പറഞ്ഞത് വിവാദമായി. ഇത് പോളണ്ടിൽ പുടിൻ വിരുദ്ധ വികാരത്തിന് വഴിതെളിക്കുകയും ചെയ്തിരുന്നു.